മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വേതനം നീക്കിവെച്ച് കാസർകോട്ടെ വിളമ്പൽ തൊഴിലാളികളുടെ കൂട്ടായ്മ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ പാഥേയം കൂട്ടായ്മയാണ് വയനാടിനായി ഒരു ദിവസം മാറ്റിവെച്ചത്. വിവാഹങ്ങളുടെ സദ്യ വിളമ്പൽ ജോലികൾ നടത്തിക്കിട്ടുന്ന വേതനമാണ് കാസർകോട്ടെ പാഥേയം കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നത്. താലിക്കടവിലെ ഗാലക്സി ഓഡിറ്റോറിയത്തിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പ്രതിഫലവും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാനാണ് ഇവരുടെ തീരുമാനം. വയനാട് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം അനുഭവിച്ചു. നമ്മൾ ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ദുരന്തം വയനാട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ടൈമിലെല്ലാം എല്ലാവരും കൂടി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇന്നത്തെ സമ്പാദ്യം, നമ്മൾ ഇന്ന് സമ്പാദ്യം അത് വയനാട്ടിനെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കൊട്ടോട് കൂടി ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവരും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിനോടകം 20 ലക്ഷത്തിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. സ്വയം സന്നദ്ധരായ 100ഓളം അംഗങ്ങളാണ് ഈ വിളമ്പൽ കൂട്ടായ്മയുടെ ശക്തി. സർക്കാർ ജീവനക്കാരും കൂലിത്തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുമിച്ച് നിൽക്കുന്നത്. നിശ്ചയിച്ചതിലും കൂടുതൽ പ്രതിഫലം നൽകി വധൂവരന്മാരുടെ കുടുംബങ്ങളും ഇവരുടെ ഉദ്യമത്തിന് ഒപ്പം ചേരാറുണ്ട്. ന്യൂസ് 18 പിലിക്കോട്.